നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കരുനാഗപ്പള്ളി പാവുമ്പയിൽ വീട്ടമ്മ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം. മകൻ അറസ്റ്റിൽ. പാവുമ്പ തെക്കു സ്വദേശി ബിനുവാണ് അറസ്റ്റിലായത്. ലൈംഗികാതിക്രമ പരാതി. ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ അന്വേഷണം. ഹൈക്കോടതിയാണ് അന്വേഷണം ആരംഭിച്ചത്. കക്ഷികളായി എത്തിയ വനിതകളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി പോലീസിനെ വെട്ടിച്ച് കിണറ്റിൽ ചാടി. കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി ശ്രീകുമാറാണ് കിണറ്റിൽ ചാടിയത്. എഴുകോൺ ഇരുമ്പനങ്ങാട് ഭാഗത്തായിരുന്നു സംഭവം. മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ വലകൾ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. അവശിഷ്ടങ്ങളിൽ ബോട്ടിന്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് ഇടിച്ചും തകരാർ. അരീക്കൽ ഹാർബറിൽ നിന്നും പോയ ബോട്ടിലെ വലകളാണ് നശിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളി പാവുമ്പയിൽ വീട്ടമ്മ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. പാവുമ്പ തെക്ക് ചാരികളിക്കൽ ബിനു സദനത്തിൽ ബിനു ആണ് അറസ്റ്റിലായത്. ഇയാളുടെ അമ്മ പാവുമ്പ തേജസിൽ രാജമണിയമ്മയെ വ്യാഴാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരുനാഗപ്പള്ളി പാവുമ്പ തേജസിൽ RC നായരുടെ ഭാര്യ രാജമണിയമ്മയെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിലാണ് ഇവരുടെ മകൻ പാവുമ്പത്തേക്ക് ചാരികളിക്കൽ ബിനു സദനത്തിൽ 49കാരനായ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാജാമണിയമ്മയുടെ ശരീരത്തിലുണ്ടായ 19 മുറിവുകളും ചതവുകളുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തി ബിനുവിനെ അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാജാമണിയമ്മയെ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. ബിനു സമീപത്തെ വീട്ടിലെത്തി അമ്മ തൂങ്ങി നിൽക്കുന്നതായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കരുനാഗപ്പള്ളി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് കരുനാഗപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയാണ് മേൽനടപടികൾ സ്വീകരിച്ചത്. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനകളിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുമാണ് രാജാമണിയമ്മയുടെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും കണ്ടത്. മകൻ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയതാണോ എന്ന സംശയവും പോലീസിനുണ്ട്. അറസ്റ്റ് ചെയ്ത ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരള സംഗീത നാടക അക്കാദമിയുടെ ദക്ഷിണ മേഖലാ കഥാപ്രസംഗ മഹോത്സവത്തിനും ശില്പശാലയ്ക്കും തുടക്കമായി. കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ദക്ഷിണ മേഖലാ കഥാപ്രസംഗ മഹോത്സവത്തിനും ശില്പശാലയ്ക്കുമാണ് കടപ്പാക്കടയിൽ തുടക്കമായത്. മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ ബോധമുള്ള ഒരു പുതിയ കലാരൂപത്തെ ഈ കാലഘട്ടത്തിന്റെ നന്മ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം കമേഴ്ഷ്യൽ സിനിമയ്ക്കൊന്നുമില്ലാത്ത ഒരു മൂല്യബോധം കഥാപ്രസംഗത്തിനുണ്ട്. ആ മൂല്യബോധമാണ് കഥാപ്രസംഗത്തെ അനിവാര്യമാക്കി തീർക്കുന്നത്. ഒരുപക്ഷെ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന അത്യാകർഷകമായിട്ടുള്ള തട്ടുപൊളിപ്പൻ യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത ചലച്ചിത്രങ്ങൾ 100 കോടി രൂപ മുടക്കി എടുത്ത ഒരു ചലച്ചിത്രത്തിന് സാധിക്കാത്തത് ഏതാനും ആയിരങ്ങൾ കൊണ്ട് നടത്തുന്ന ഒരു കഥാപ്രസംഗം കൊണ്ട് സമൂഹത്തിന്റെ മനസാക്ഷിയിൽ മിന്നൽപ്പിടലുകൾ വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചെറു റീലുകളും സ്റ്റാൻഡപ്പ് കോമഡിയും കൊണ്ടാടുന്ന നവകാലത്തിനനുസൃതമായി കഥാപ്രസംഗം പരിഷ്കരിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി അധ്യക്ഷത വഹിച്ചു. ആനേടി പ്രസാദ്, D. സുരേഷ് കുമാർ, V. ഹർഷകുമാർ, NB ജവഹർ, ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാർഷിക വിളകളുടെ മോഷണം പതിവാകുന്നു. അഞ്ചലിലാണ് മോഷ്ടാക്കളുടെ ശല്യം വർദ്ധിക്കുന്നത്. അലയമൺ കടവറം ഏലയിൽ വിളകൾ മോഷ്ടിക്കുന്ന സംഘം ലഹരി ഉപയോഗിച്ച് കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും പതിവാണ്. ശല്യം വർദ്ധിച്ചതിനെ തുടർന്ന് കർഷകർ പോലീസിൽ പരാതി നൽകി. ഏറ്റവും കുറഞ്ഞൊരു 300 കിലോ പാക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. 300 കിലോ ആര് സഹിക്കുമോ? ഇത് കൃഷി ചെയ്തതിനൊരുത്തിന് ആരിലും ഇത് സമ്മതിക്കുന്ന ഒരു കാര്യമാണോ? ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അഞ്ചൽ അലയമൺ പഞ്ചായത്തിലെ കടവറ മേലായിൽ കാർഷിക വിളകൾ മോഷ്ടിച്ചു വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ മെനഞ്ഞാന്ന് ഉച്ചയ്ക്ക്
ഒരു 2 മണിക്ക്, അതായത് 12 മണി വരെ ഞങ്ങളിവിടെ ജോലിക്കാരുണ്ടായിരുന്നു, ഞങ്ങൾ വയലിലുണ്ടായിരുന്നു. ഈ 12 മണിക്കും 2 മണി തൊട്ട് 3 മണി വരെയാണ് ഇവർ കൊണ്ടുവരിക്കുന്ന ഈ ടൈമിലാണ്. ഏകദേശം ഒരു 10, 70, 80 വരെ പാക്കോളം ഞങ്ങളുടെ ഇതിൽ നിന്ന് നഷ്ടമായി. അത് അവിടെ ഇരുന്ന് ഇവർ 1-2 പേരല്ല, ഇവർ ഇരുന്ന് പാക്കെല്ലാം നുള്ളി പറിച്ച് അതിൻ്റെ കൊലയാണ് ഇവിടെ കിടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കർഷകർ അഞ്ചൽ പോലീസിനെ സമീപിച്ചത്. 300 കിലോയോളം വരുന്ന പാക്ക് മോഷ്ടിച്ചു കടത്തിയതാണ് ഒടുവിൽ നടന്ന മോഷണം. വാഴക്കുലകൾ, ചീനി, ചേന തുടങ്ങി ഏത് കൃഷി ചെയ്താലും കർഷകർക്ക് വിളവെടുക്കാൻ കഴിയുന്നില്ല. എല്ലാം മോഷ്ടാക്കൾ കടത്തുകയാണ്. ഇവർ ഏകദേശം ഒരു 80% പാക്കോളം ഇവർ പറിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. വിളഞ്ഞതും വിളയാത്തതും പഴുക്കാത്തതുമായ സർവ്വ ഇവർക്ക് അതിന് എന്തോ കിട്ടിക്കാണോ നമുക്ക് പറയാനൊക്കത്തില്ല. ഇവർക്ക് ചെറിയ തുച്ഛമായ പൈസ ഇവർക്ക് ഇവിടെ വന്നിരുന്ന് ഈ വയൽ വരമ്പത്തിരുന്ന് മദ്യപിക്കുക, ആൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോൾ ഇറങ്ങി പോവുക. ഇതാണ് ഇവരുടെ പരിപാടി. കൊല വെട്ടിക്കൊണ്ട് പോവുക. സമയത്ത് രാത്രിയിലൊക്കെ മോശം, ഇത് പകലാണ്. അത്ര വിളയാട്ടമാണ് ഈ മദ്യപാന്മാരുടെ. യാതൊരു രീതിയിലും ഇവിടെ സഹിക്കാൻ ഒക്കാത്തൊരവസ്ഥയാണ്. കടവറ സ്വദേശികളായ അനി ഡാനിയൽ, ജോർജ് കുട്ടി എന്നിവരുൾപ്പെടെ നിരവധി കർഷകരാണ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ മോഷ്ടാക്കളുടെ പേര് സഹിതം പരാതി നൽകിയിട്ടുള്ളത്. ഇത് ഈ വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങൾ ഉടുപ്പിൽ പോയി ഇതിൻ്റെ പാക്ക് കൊണ്ടുവന്നിട്ട് പാകി കമുകിട്ടത്. ഇപ്പം ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? ഇത് നമുക്ക് വെച്ചുറപ്പിക്കാൻ ഒക്കുന്നൊരു കാര്യമല്ല. എന്ത് നടപടിയിലും ഞങ്ങൾ നേരിടും. ഏത് രീതിയിലും അത് നിയമത്തിൻ്റെ ഏത് രീതിയിൽ പോയാലും ഞങ്ങളത് നേരിടുന്നതായിരിക്കും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. പന്നിശല്യത്തിന് പുറമെ കാർഷിക വിളകൾ മോഷ്ടാക്കൾ കടത്തുന്നതോടെ കൃഷിയിൽ നിന്ന് പിന്മാറാൻ കടവറ മേലായിലെ കർഷകർ തയ്യാറെടുക്കുകയാണ്. കാർഷിക വിളകൾ മോഷ്ടിച്ചു കടത്തി ഇത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ലഹരിക്ക് അടിമയാകുന്ന സംഘത്തെ പിടികൂടി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകൂട്ടം ഇറങ്ങി. കുളത്തൂപ്പുഴ 16 ഏക്കറിലെ ജനവാസ മേഖലയിലാണ് കാട്ടുപോത്തുകൂട്ടം ഇറങ്ങിയത്. കുളത്തൂപ്പുഴ 16 ഏക്കർ ഭാഗത്താണ് ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ കൂട്ടം ഇറങ്ങിയത്. വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തിരികെ കയറ്റി. ഇതേസമയം 16 ഏക്കറിലെ വീടിനുള്ളിൽ കയറിയ പെരുമ്പാമ്പിനെ തെന്മല RRTയുടെ നേതൃത്വത്തിൽ റെസ്ക്യൂ ചെയ്തു മാറ്റി. SFO പ്രശാന്ത്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വി രാധാകൃഷ്ണൻ, ഫോറസ്റ്റ് വാച്ചർമാരായ അമ്പാടി, ബിബിൻ, സജ്ജി എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി സൗത്ത് വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള കൈകൊട്ടിക്കളി മത്സരത്തിന്റെ സോൺ 2 മത്സരങ്ങൾ കുണ്ടറയിൽ നടത്തി. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SD അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷന്റെ ജില്ലാ ചാനലായ സൗത്ത് വിഷൻ സംഘടിപ്പിക്കുന്ന കൈകൊട്ടിക്കളി മത്സരത്തിന്റെ സോൺ 2 മത്സരം കുണ്ടറ ദേവസ്വം കോംപ്ലക്സിൽ വെച്ച് നടന്നു. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SD അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രബലമായ സംഘടനയായ സൗത്ത് വിഷന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ആമുഖ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ തന്നെ എല്ലാ മനുഷ്യരും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സ് ആയിക്കൊണ്ട് ഒരു വ്യവസായ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സംരംഭം നമ്മുടെ നാടിനു കൂടി പ്രയോജനകരമാകുന്ന തരത്തിൽ നമ്മുടെ നാട്ടുകാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ സംഘടനയായി കേരളത്തിലെ സംഘടന കേരള വിഷൻ എന്ന തരത്തിൽ പ്രവർത്തിക്കുകയാണ്. സൗത്ത് വിഷൻ ചെയർമാൻ P. ബിനു അധ്യക്ഷത വഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള കേരള വിഷൻ 14 ജില്ലാ കേന്ദ്രങ്ങളായി 14 ജില്ലാ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകളുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയിലെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റാണ് സൗത്ത് വിഷൻ. ആ സൗത്ത് വിഷന്റെ കീഴിലുള്ള സൗത്ത് വോയിസ് എന്ന ചാനലിന്റെ പരിപാടിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, പ്രാഥമിക റൗണ്ട് 5 സ്ഥലങ്ങളിൽ വെച്ചാണ് നമ്മൾ ഈ കൈകൊട്ടിക്കളി മത്സരം ആരംഭിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം സൈഫുദ്ദീൻ ഏകദേശം 5 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള മത്സരങ്ങളാണ് പലയിടങ്ങളിലും നടന്നിട്ടുള്ളത്. അതിൽ ആദ്യമായി ഓച്ചിറയിൽ മത്സരം കഴിയുകയുണ്ടായി. ഇനി 3 സോണിലൂടെ പരിപാടി നടത്തണം. അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സമാപനം നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഇളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിയിൽ അവിടെയാണ് ഇതിൻ്റെ സമാപനം നടത്തുവാൻ സംഘാടകർ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ള വിവരം അറിയുവാൻ സാധിച്ചു. സൗത്ത് വിഷൻ ഡയറക്ടർ ഷിബു പ്രതാപൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, ഇന്ന് സംസ്ഥാനത്ത് കേരളത്തിൽ മാത്രം ബിസിനസ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ ചാനൽ സംപ്രേഷണ രംഗത്തും അതേപോലെ ഇന്റർനെറ്റ് വിതരണ രംഗത്തും രാജ്യത്ത് 4ാം സ്ഥാനത്തും കേരളത്തിൽ 1ാം സ്ഥാനത്തും എത്തി നിൽക്കുന്ന പ്രസ്ഥാനമാണ് കേരള വിഷൻ. സാധാരണക്കാരുടെ സ്വീകരണ മുറിയിൽ മികച്ച കണ്ടന്റുകൾ
അവരുടെ ബഡ്ജറ്റിന് അനുകൂലമായി കൊടുത്തുകൊണ്ട് ഇന്ന് സംസ്ഥാനത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഈ സംരംഭം. ചെറുകിട മേഖലയിലെ ഈ സംരംഭം ഇന്ന് രാജ്യത്തിന് മാതൃകയാണ്. കേരളത്തിലെ ഈ സംരംഭത്തിനെ അനുകരിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ ഇതേ പാത തുടർന്നുകൊണ്ട് കമ്പനികൾ രൂപീകരിക്കുന്ന ഈ ഘട്ടത്തിലാണ്. ജില്ലാ സെക്രട്ടറി നൌഷാദ്, മേഖലാ പ്രസിഡന്റ് NI സാബു, വേൾഡ് വിഷൻ MD അജിത് കുമാർ, സൗത്ത് വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുര്യാക്കോസ് വൈദ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓച്ചിറ പഠനത്തായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് 4 ടീംസ് ആയിരുന്നു മത്സരിച്ചത്. അതിൽ നിന്നും 3 ടീമുകളെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിനുവേണ്ടി അവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അഴീക്കൽ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ വലകൾ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. അവശിഷ്ടങ്ങളിൽ ബോട്ടിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഇടിച്ചും തകരാർ സംഭവിച്ചു. 4 ദിവസം മുൻപ് ഇതേ ബോട്ട് കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി 5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കടവും അതും എല്ലാം വാങ്ങി സ്വർണം വരെ പണയം വെച്ചാണ് ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തത്. ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള ഒരു അറിവ് പോലും ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണിപ്പോൾ. കടലിൽ തകർന്ന കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ കുരുങ്ങി മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളുടെ വലകൾ നശിക്കുന്നത് പതിവാവുകയാണ്. ശനിയാഴ്ച പുലർച്ചെ അഴീക്കൽ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ പത്മതീർത്ഥം എന്ന ബോട്ടിന്റെ വലയും കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി പൂർണ്ണമായി നശിച്ചു. ബോട്ടിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൽ അവശിഷ്ടങ്ങൾ അടിച്ച് തകരാറുകളും സംഭവിച്ചു. ഇതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബോട്ടിന് ഉണ്ടായത്. ഉടക്കി പിടിക്കുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപ അടുത്തുള്ള നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ അത് 4 ദിവസം ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റിയില്ല. കാര്യമ്പോഴത്തേക്ക് 8 പേര് 8 വീട്ടിൽ നിന്ന് വന്ന് ജോലിക്ക് പോകുന്നവർ. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. സീസണൊന്നും കിട്ടിയതുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് പണിക്ക് പോയപ്പോൾ ഈ സംഭവം ഇനിയിപ്പോൾ നഷ്ടമെന്ന് പറഞ്ഞാൽ ബോട്ട് കരക്കയറ്റുമ്പോൾ പങ്കാട കാര്യം ഇനി മാറണോ എന്നൊക്കെ അറിഞ്ഞിട്ടേ അതിൻ്റെ കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റത്തുള്ളൂ. 4 ദിവസം മുമ്പ് ഇതേ ബോട്ടിന്റെ വല കണ്ടെയ്നറുകളിൽ കുരുങ്ങി നശിച്ചിരുന്നു. പിന്നെ 4 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ ഈ കണ്ടെയ്നറിന് ഉടക്കി പിടിച്ച് ഞങ്ങളുടെ ഗ്യാലോസ് ഒടിഞ്ഞു പോയി, പവർ ടേക്ക് കംപ്ലൈൻ്റ് ആയി. അതെല്ലാം പണിഞ്ഞ് തീർത്ത് 2 ദിവസം കിടന്ന് പണിഞ്ഞ് തീർത്തിട്ടാണ് പിന്നെ നമ്മൾ ഇന്ന് പണിക്ക് പോയത്. ഇന്ന് പണിക്ക് പോയപ്പോഴാണ് ഈ സാധനം നമുക്ക് കയറി ഉടക്കി പിടിച്ച് അവിടെ നിന്ന് അടിച്ച് കയറ്റി. പകുതി സാധനം ഇതിൻ്റെ പോയ സമയത്ത് പെപ്ലറിൽ ഇടിച്ചിട്ടായി സാധനം പോയത്. ഇനി ബോട്ട് പണിക്ക് പോകണമെങ്കിൽ കരക്ക് കയറ്റണം. കരക്ക് കയറ്റി അതിൻ്റെ പണിയും തീർത്ത് ഈ വലയെല്ലാം ശരിയാക്കണം. അന്ന് തന്നെ ഒരു വല പോയി. 4 ദിവസം മുമ്പ് ഒരു വല തെറ്റോട് പോയി. വീണ്ടും വലകൾ തയ്യാറാക്കി ശനിയാഴ്ച പുലർച്ചെ കടലിൽ പോവുകയായിരുന്നു. കണ്ടെയ്നറിന്റെ വലിയ പാളിയിലാണ് വല കുരുങ്ങിയത്. ഇതേ തുടർന്ന് വീണ്ടും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബോട്ടിന് സംഭവിച്ചത്. 3-4 ദിവസം മുമ്പ് ഇത് സംഭവിച്ചപ്പോഴത്തേക്ക് ഇതേപോലെ കണ്ടെയ്നർ പൊങ്ങി വരുന്ന സമയത്ത് വന്ന് ഇടിച്ചാണ് ഈ ജാലോസും എല്ലാം പോയത്. അന്ന് ബോർഡ് എല്ലാം പോയി, റോപ്പ് പുതിയത് വാങ്ങേണ്ടി വന്ന്, ബോർഡ് പുതിയത് വാങ്ങേണ്ടി വന്ന്, ഇതെല്ലാം എന്ന് പറയുന്ന ഒരു ഭീമമായ നഷ്ടമാണ് അന്നുണ്ടായത്. അതിനെല്ലാം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, ഫിഷറീസ് ഓഫീസിൽ പരാതി കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒന്നേന്നും പറഞ്ഞ് പണിക്ക് പോയ ബോട്ടാണ്. അത് വീണ്ടും അതേപോലെ തന്നെ കണ്ടെയ്നർ പൊങ്ങി വരികയും ഇപ്പോൾ ഈ നിൽക്കുന്ന പോലെ പകുതി വെള്ളത്തിലും പകുതി ഇതിലുമായിട്ട് ഇതിൻ്റെ പകുതി കൂടുതൽ ഭാഗം അടന്നു പോവുകയാണ് ചെയ്തത്. ഇത് പൊങ്ങി വരുന്ന കൂട്ടത്തിൽ പകുതി അടന്ന് ആ പൊസിഷനിൽ തന്നെ വീഴുകയും ഇനി വരുന്ന വള്ളക്കാർക്കാണേലും ബോട്ടുകാർക്കാണേലും എല്ലാം ഇനിയും അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് അവിടെ കണ്ടെയ്നറുകൾ കിടക്കുന്നത്. ഇപ്പോൾ വലിച്ച ബോട്ടിൽ പല ബോട്ടിലും അപകടം സംഭവിച്ചു എങ്കിലും ഇതുപോലെ സാധനം കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ കണ്ടെയ്നർ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കയ്യിൽ കിട്ടിയിട്ടില്ല. നേരത്തെ ഉണ്ടായ നഷ്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചും ഇപ്പോഴത്തെ നഷ്ടങ്ങൾ വ്യക്തമാക്കിയും മുഖ്യമന്ത്രിക്കും ഫിഷറീസ് വകുപ്പിനും ബോട്ടുടമ പരാതി നൽകി. ഇപ്പോൾ DD അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഇതിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇനി എന്തൊക്കെയാകുമെന്നുള്ള ഒന്നും അറിയാൻ കഴിയില്ല. ഇനിയിപ്പോൾ എവിടെ പോയി കടം വാങ്ങും എന്നുള്ളത് ഇനി ചിന്തിക്കേണ്ട ഒരവസ്ഥയിലിരിക്കുകയാണ്. ഇപ്പോൾ DD പറഞ്ഞിരിക്കുന്നത് ഇത് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഫിഷറീസ് ഓഫീസർമാരെ അറിയിച്ചിട്ടുണ്ട്. അവർ വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യും. ഇതിൻ്റെ കണ്ടെയ്നർ റിക്കവറി ടീമിനെ അതിന് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അവരെത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് 800 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. 74,520 രൂപയാണ് ശനിയാഴ്ച 1 പവൻ സ്വർണത്തിന്റെ വില. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് 800 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. 74,520 രൂപയാണ് ശനിയാഴ്ച 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 9,315 രൂപയായി. ഇതോടെ സ്വർണ്ണവില ഈ മാസം വീണ്ടും 75,000 തൊടുമെന്ന പ്രതീതിയാണ് വിപണിയിലുള്ളത്.
കഴിഞ്ഞ ദിവസം പവന് 120 രൂപ കുറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി കുറഞ്ഞ സ്വർണ്ണവിലയിൽ ഓഗസ്റ്റ് 21-നാണ് വർധനയുണ്ടായത്. എന്നാൽ വെള്ളിയാഴ്ച വീണ്ടും കുറഞ്ഞു. ശനിയാഴ്ചയാകട്ടെ വർദ്ധിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 8-ലെ 75,760 രൂപയാണ് ഈ മാസത്തെ ഉയർന്ന വില. ഏറ്റവും കുറഞ്ഞത് ഓഗസ്റ്റ് 1-ലെ 73,200 രൂപയും. വിവാഹ സീസണായിരിക്കെ കേരളത്തിലെ ജ്വല്ലറികളിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചു. ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയ്ക്ക് പിന്നീട് സ്വർണം സ്വന്തമാക്കാമെന്നതാണ് മുൻകൂർ ബുക്കിംഗ് വർദ്ധിക്കാൻ കാരണം. ബുക്ക് ചെയ്ത ദിവസത്തെ തുകയോ വാങ്ങുന്ന ദിവസത്തെ തുകയോ ഏതാണ് കുറവ് എന്ന് വെച്ചാൽ ആ തുകയ്ക്ക് സ്വർണം വാങ്ങാനുള്ള ഓഫറുകളാണ് വിവിധ ജ്വല്ലറികൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലൈംഗികാതിക്രമം പരാതിയിൽ കൊല്ലം ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. ഹൈക്കോടതിയാണ് അന്വേഷണം തുടങ്ങിയത്. കക്ഷികളായെത്തിയ വനിതകളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി. ചവറയിലെ കുടുംബ കോടതി ജഡ്ജിക്കെതിരെയാണ് ലൈംഗിക അതിക്രമ പരാതി ഉയർന്നിട്ടുള്ളത്. ജഡ്ജി ഉദയകുമാറിനെതിരെയാണ് പരാതി. വിവാഹമോചന കേസുകൾക്ക് ഹാജരായ സ്ത്രീകൾക്കെതിരെ ജഡ്ജ് ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. 3 പരാതികളാണ് ഇയാൾക്കെതിരെ കൊല്ലം ജില്ലാ ജഡ്ജിന് ലഭിച്ചത്. പരാതിയെ തുടർന്ന് ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാനത്തെ ജില്ലാ കോടതികളുടെ ചുമതല വഹിക്കുന്ന രജിസ്ട്രാർ ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയാണ് പരാതി അന്വേഷിക്കുക. നടപടികളുടെ ഭാഗമായി ഉദയകുമാറിനെ കൊല്ലം MACT കോടതിയിലേക്ക് സ്ഥലം മാറ്റി. ജഡ്ജി ഉദയകുമാർ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയുമായി കൊല്ലം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിയെ സമീപിച്ചത് 3 പേരാണ്. കുടുംബ കോടതിയിലെത്തുന്ന വിവാഹമോചനത്തിന് തയ്യാറായി മാനസികമായി തളർന്നിരിക്കുന്ന സ്ത്രീകളെ സാധാരണ അഭിഭാഷകരാണ് കൗൺസിലിങ്ങിനും മറ്റും വിധേയരാക്കുന്നത്. എന്നാൽ ജഡ്ജി ഉദയകുമാർ നേരിട്ട് ചേംബറിലേക്ക് വിളിച്ചുകൊണ്ട് അവരെ ലൈംഗികമായി അതിക്രമത്തിന് ശ്രമിച്ചു എന്നാണ് പരാതി. പരാതികൾ ലഭിച്ചതോടെ കൊല്ലം ജില്ലാ ജഡ്ജി ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ വിവരം അറിയിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി ഗവൺമെന്റ് കോളേജിന്റെ കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് CR മഹേഷ് MLA അറിയിച്ചു. തഴവയിൽ സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പുതിയ കെട്ടിട നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. 2 ഘട്ടങ്ങളായാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. ആദ്യഘട്ടമായി സെൻട്രൽ ബ്ലോക്ക് കെട്ടിടം 3 നിലകളിലായി നിർമ്മിക്കുന്നതിനാണ് ടെൻഡർ ചെയ്ത് തുടർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. 2 ഘട്ടങ്ങളിലായി 12,393 സ്ക്വയർ ചതുരശ്ര മീറ്റർ അളവിലുള്ള കെട്ടിടമാണ് കോളേജിനായി നിർമ്മിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 5,197 ചതുരശ്ര മീറ്റർ കെട്ടിട നിർമ്മാണമാണ് ആരംഭിക്കുന്നത്. പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തടസ്സങ്ങൾ നേരിട്ടിരുന്നു. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും അനുവദിച്ച വസ്തുവിലാണ് പുതുതായി കോളേജിന്റെ കെട്ടിട നിർമ്മാണം നടത്തുന്നത്. അഗ്നിരക്ഷാ വാഹനങ്ങൾക്കുൾപ്പെടെ അവശ്യ സമയത്ത് പ്രവേശിക്കേണ്ടതിനാൽ IHRDയുടെ പ്രത്യേക അനുവാദം ലഭ്യമാക്കി. ഇതിനായി MLAയുടെ ആവശ്യപ്രകാരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് അനുവാദം ലഭ്യമാക്കുകയായിരുന്നു. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിർമ്മാണം നടത്തുന്നതിനാൽ വീണ്ടും എസ്റ്റിമേറ്റിലും ഘടനയിലും ആവശ്യമായ ഭേദഗതി വരുത്തുകയും കഴിഞ്ഞ ജനുവരിയിൽ ചേർന്ന കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗം 18.85 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകുകയുമായിരുന്നു. സാങ്കേതിക അനുമതി ലഭ്യമാകാൻ കാലതാമസമുണ്ടായതിനാൽ CR മഹേഷ് MLAയുടെ നിർദ്ദേശപ്രകാരം മാർച്ചിൽ നിയമസഭാ കോംപ്ലക്സിൽ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറുടെയും കിഫ്ബി അധികൃതരുടെയും യോഗം ചേർന്നു. ഏപ്രിൽ 5-ന് ചേർന്ന സാങ്കേതിക കമ്മിറ്റിയിൽ അനുവാദം ലഭിച്ചു. മെയ് 5-ലാണ് ടെൻഡർ ചെയ്തത്. ആദ്യ ടെൻഡറിൽ ആരും തന്നെ പങ്കെടുത്തില്ല. റീടെൻഡർ ചെയ്താണ് നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതെന്ന് MLA പറഞ്ഞു. പള്ളിയിലെ വിദ്യാർത്ഥികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു, ആഗ്രഹമായിരുന്നു തഴവ ഗവൺമെൻറ് കോളേജ്. ആദ്യം ബുദ്ധിമുട്ടിയത് സ്ഥലലഭ്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. വർഷങ്ങളോളം ആ സ്ഥലലഭ്യതയ്ക്ക് വേണ്ടി എല്ലായിടത്തും നോക്കി. അവസാനം IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ഗവൺമെൻറ് കോളേജിന് വേണ്ടി 5 ഏക്കർ സ്ഥലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തന്നെ വിട്ടുതന്നു. കെട്ടിടം പണിയുന്നതിനുള്ള ഫണ്ടായി. പക്ഷെ പലപ്പോഴും ഈ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് നട്ടം തിരികെയായിരുന്നു. ഇപ്പോഴതിൻ്റെ എല്ലാ കുരുക്കുകളും അഴിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ വന്ന് സന്ദർശനം നടത്തി. അപ്പോൾ ഇനി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഉടൻ തന്നെ നമുക്ക് കല്ലിട്ട് വേഗത്തിൽ പണി പൂർത്തീകരിച്ച് ഈ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടായി അടുത്ത അധ്യയന വർഷമെങ്കിലും കുട്ടികളെ പുതിയ കോളേജിലേക്ക് മാറ്റി പഠിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കിറ്റ്കോ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി അധികൃതർ IHRD എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനായി സർക്കാർ അനുവദിച്ച സ്ഥലത്ത് പരിശോധന നടത്തി. CR മഹേഷ് MLAയുടെ നേതൃത്വത്തിലാണ് സ്ഥലപരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി പോലീസിനെ വെട്ടിച്ച് കിണറ്റിൽ ചാടി. കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി ശ്രീകുമാറാണ് കിണറ്റിൽ ചാടിയത്. ഇയാളുടെ കൂട്ടുപ്രതി എഴുകോൺ ഇരുമ്പനങ്ങാട്ട് ഭാഗത്തുണ്ടെന്ന് വ്യക്തമായതോടെ പോലീസ് ഇയാളെ ഇരുമ്പനങ്ങാട്ട് എത്തിക്കുകയായിരുന്നു.
രാത്രിയിൽ ഊടുവഴികളിലൂടെ പോലീസുമായി പോയ ഇയാൾ രക്ഷപ്പെട്ട് ഓടുന്നതിനിടെയാണ് സമീപത്തെ കിണറ്റിൽ ചാടിയത്. കഴിഞ്ഞ രാത്രി 11:45 സംഭവം. കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി ശ്രീകുമാറാണ് പോലീസിനെ വെട്ടിച്ച് കിണറ്റിൽ ചാടിയത്. ശ്രീകുമാറിന്റെ കൂട്ടുപ്രതി എഴുകോൺ ഇരുമ്പനങ്ങാട് ഭാഗത്തുണ്ടെന്ന് ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമായതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് ശ്രീകുമാറുമായി കൂട്ടുപ്രതിയുടെ വീട് കണ്ടെത്താൻ ഇരുമ്പനങ്ങാട് എത്തുകയായിരുന്നു. രാത്രിയിൽ ഊടുവഴികളിലൂടെ പോലീസുമായി പോയ ഇയാൾ ഇടയ്ക്ക് പോലീസിനെ വെട്ടിച്ച് ഓടുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ചരുവിളപ്പുത്തൻ വീട്ടിൽ സജീവിന്റെ വീട്ടിലെ കിണറ്റിലേക്കാണ് ഇയാൾ ചാടിയത്. ശബ്ദം കേട്ട് സജീവിന്റെ ഭാര്യയും മകനും കിണറ്റിൽ പരിശോധിച്ചപ്പോഴാണ് കിണറ്റിനുള്ളിൽ ആളിനെ കണ്ടത്. വീട്ടുകാരുടെ ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന പോലീസ് ഓടിയെത്തി. തുടർന്ന് കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് പ്രതിയെ കരയ്ക്കെത്തിച്ചത്. സാരമായി പരിക്കേറ്റ ഇയാളെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. KSRTE കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ നടന്നു. കലയനാട്ട് നടന്ന സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ കൊല്ലം ജില്ലാ സമ്മേളനം പുനലൂരിൽ നടത്തി. കലയനാട് PSCB ഹാളിലെ V. ദിവാകരൻ നഗറിലായിരുന്നു സമ്മേളനം നടത്തിയത്. സമ്മേളനത്തിൽ ബിജിമോൾ രക്തസാക്ഷി പ്രമേയവും പ്രവീൺ ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. V. രാജീവ് പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന തൊഴിലാളികളുടെ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത നേതാവ് നമ്മുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാറു പി. കൃഷ്ണൻ. ജില്ലാ പ്രസിഡന്റ് V. രാജീവ് അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ AR കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു. KSRTE CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. സജി, CITU ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ MA രാജഗോപാൽ, S. ബിജു, KSRTE സംസ്ഥാന ട്രഷറർ PA ജോജോ, സംസ്ഥാന സെക്രട്ടറിമാരായ സുനിത കുര്യൻ, സുജിത്ത് സോമൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് SR ഗിരീഷ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി P. ശശികല എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന്റെ ഭാഗമായി ആചാര്യ സംഗമം നടത്തി. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർക്കാവിനെ സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് MLA ആവശ്യപ്പെട്ടു. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന്റെ ഭാഗമായാണ് ആചാര്യ സംഗമം സംഘടിപ്പിച്ചത്. ആചാര്യ സംഗമത്തിന്റെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമോൻ MLA നിർവഹിച്ചു. കഥകളിയുടെ കേന്ദ്രമായ മണ്ണൂർക്കാവിനെ സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തണമെന്നും ഇതിനായി സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കളി തുടങ്ങുന്നതിന് മുമ്പ് മന്ദളകേളി, വന്ദന ശ്ലോകം, തോടയം, മേളപ്പദം, പ്രാരംഭ ചടങ്ങുകളും അങ്ങനെ പശ്ചാത്തലത്തിൽ ഭഗവാൻ ആലപിക്കും, ഭാഗവതർ ആലപിക്കുന്നു. പദങ്ങൾ നമുക്ക് വളരെ പ്രധാനമായും കേൾക്കാൻ കഴിയുകയില്ല. നല്ലപോലെ കോളേജിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഇടയ്ക്ക് വന്ന് കഥകളി കണ്ടിട്ടുള്ള ഒരാളെന്നും പൂർണ്ണമായും ആ കഥകളി ആസ്വദിക്കാൻ വല്ലപ്പോഴും അവസരം ലഭിച്ച ഒരാളെന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ രവി മലയാളത്തിലെ സുരേഷ് ചാമൂര് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി എത്തിച്ചേരണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഥകളി. കേരളത്തിൽ തന്നെ ഇത്രയധികം കഥകളി അവതരിപ്പിച്ച ഒരു ക്ഷേത്രവും ഒരു സ്ഥലവുമില്ല എന്നുള്ളതാണ് പറയുക. ലോകത്തിൽ തന്നെ, ഭാരതത്തിൽ തന്നെ, അതുപോലെ കേരളത്തിലെ വിവിധ കലാരൂപങ്ങളുടെ ഒരു സമന്വയമാണ് കഥകളിയുടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് പേർ, നമ്മുടെ ആചാര്യന്മാർ, അതുപോലെ
നമ്മുടെ ഗുരുക്കന്മാരും നമ്മളൊക്കെ അതിനകത്ത് കൂടുതൽ ആകർഷമാക്കി അതിലെ നല്ലത് ഉൾക്കൊള്ളുവാനും അത് സമൂഹത്തിലേക്ക് മാറ്റിയെടുക്കുവാനും വാർത്തെടുക്കുവാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഈ കഥകളി എന്ന് പറയുന്ന കലാരൂപത്തിലുണ്ട്. കഥകളി ആചാര്യന്മാരായ കുറൂർ വാസുദേവൻ നമ്പൂതിരി, മുതുവിലാക്കാട് ചന്ദ്രശേഖരപിള്ള, ചാത്തന്നൂർ നാരായണപിള്ള, കലാമണ്ഡലം വേണുക്കുട്ടൻ എന്നിവരെ ആദരിച്ചു. രാജൻ ഇലവിനാൽ, വി സരോജാക്ഷൻ പിള്ള, രവി മൈനാഗപ്പള്ളി, സുരേഷ് ചാമവിള, ശ്രീശൈലം ശിവൻപിള്ള, വി രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓണമൊരുക്കാൻ മൺപാത്രങ്ങൾ റെഡി. ഓണത്തിന് പൂക്കളവും പുതുവസ്ത്രങ്ങളും പോലെ മലയാളിക്ക് ഒഴിവാക്കാനാകാത്തതാണ് മൺപാത്രങ്ങളും. ചിങ്ങം പിറന്നതു മുതൽ മൺപാത്ര വിപണിയും സജീവമായിരിക്കുകയാണ്. കരുനാഗപ്പള്ളി മാർക്കറ്റിലെ മൺപാത്ര വ്യാപാരശാലയിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക്. സൂപ്പർ മാർക്കറ്റുകളിൽ നോൺ സ്റ്റിക്, സ്റ്റീൽ, അലൂമിനിയം പാത്രങ്ങൾ തരംഗമാകുമ്പോഴും ഓണത്തിന് മലയാളിക്ക് ഒരിക്കലും മറക്കാനാകില്ല മൺചട്ടികളിൽ ഒരുക്കുന്ന സദ്യക്കൂട്ടുകൾ. ഓണത്തിന് പൂക്കളവും പുതുവസ്ത്രങ്ങളും പോലെ ഒഴിവാക്കാനാകാത്തതാണ് മൺപാത്രങ്ങളും. അവിയലും തീയലും പച്ചടിയും കാളനുമെല്ലാം അതിൻ്റെതായ രുചിയോടെ പാചകം ചെയ്യാൻ മൺപാത്രം തന്നെ വേണം. ചിങ്ങം പിറന്നത് മുതൽ മൺപാത്ര വിപണിയും സജീവമായിരിക്കുകയാണ്. കാലം എത്ര മാറിയാലും മൺപാത്രങ്ങൾ തിരക്കി ഇപ്പോഴും നിരവധി പേരാണ് എത്തുന്നത്. കരുനാഗപ്പള്ളി മാർക്കറ്റിൽ വർഷങ്ങളായി മൺപാത്ര കച്ചവടം നടത്തുന്ന വ്യാപാരിയായ എഴിയിൽ കിഴക്കതിൽ ചന്ദ്രൻ പിതാവിന്റെ കാലത്ത് ആരംഭിച്ചതാണ് മൺപാത്ര നിർമ്മാണം. തമിഴ്നാട്, ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് മൺപാത്രങ്ങൾ കൂടുതലായും വരുന്നത്. 50 രൂപ മുതൽ 150 രൂപ വരെയാണ് ഇവയുടെ വില. ഓണക്കച്ചവടം മെച്ചപ്പെട്ട് വരുന്നുണ്ടെന്നും ചന്ദ്രൻ പറയുന്നു. വ്യവസായമാണ് പെണ്ണുങ്ങൾ വരുന്ന ജോലി ചെയ്ത് കൊണ്ടുവരുന്ന സാധനം. പിന്നെ ഷൊർണൂരിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, ആലുവായിൽ നിന്ന് വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് 3 ഇടത്തുനിന്നാണ് ഇത് വരുന്നത്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും ശൂലമായിട്ട് കിട്ടി. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നതാണ് ഇവിടുത്തെ മൺപാത്രങ്ങൾ. അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം മൂലം പരമ്പരാഗത കളിമൺ പാത്ര നിർമ്മാണം പ്രതിസന്ധി നേരിടുന്നുണ്ട്. മൺപാത്രങ്ങൾ മാത്രമല്ല, വീടിനെ അലങ്കരിക്കുന്ന നിരവധി കൗതുക വസ്തുക്കളും ഭരണികളുമെല്ലാം മൺപാത്ര വിപണിയിൽ ഇപ്പോൾ സജീവമാണ്. മൈക്രോവേവിലും ഗ്യാസിലും ഉപയോഗിക്കാൻ പറ്റുന്ന കറിച്ചട്ടികൾ, മീൻചട്ടികൾ, ചിക്കൻ കറിച്ചട്ടികൾ, അപ്പച്ചട്ടികൾ, മീൻ വറുക്കുന്ന ചട്ടികൾ, ചപ്പാത്തി ചട്ടി, ടെറാക്കോട്ട ചുമർ ചിത്രങ്ങൾ എന്നിവയും വിപണിയിലുണ്ട്. പാത്ര നിർമ്മാണത്തിൽ വിദഗ്ധരായ തൊഴിലാളികളെ കിട്ടാനില്ല എന്നതും ഈ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വീട് നിർമ്മാണത്തിനായി ലോറിയിൽ കൊണ്ടുവന്ന തറയോടുകൾ വീട്ടുടമസ്ഥ ഒറ്റയ്ക്കിറക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവ്. ലോഡിറക്കാൻ CITU തൊഴിലാളികൾ അമിത കൂലി ചോദിച്ചതിനെ തുടർന്ന് വീട്ടുടമസ്ഥ ഒറ്റയ്ക്ക് ലോഡ് ഇറക്കുകയായിരുന്നു. കടയ്ക്കലിലാണ് സംഭവം. കുമ്മിൽ തച്ചോണം പ്രിയ നിവാസിൽ പ്രിയ വിനോദാണ് ഒറ്റയ്ക്ക് ലോറിയിൽ നിന്നും ലോഡ് ഇറക്കിയത്. ലോഡിറക്കി തീരുന്നതുവരെയും വീടിന് മുന്നിൽ CITU തൊഴിലാളികൾ നിന്നു. സഹായിക്കാൻ ചെന്നവരെ തടയുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് ജില്ലാ ലേബർ ഓഫീസർ പ്രിയയുടെ വീട്ടിലെത്തി പ്രിയയിൽ നിന്ന് തെളിവെടുത്തു. നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതായി പ്രിയ പറഞ്ഞു. ഇതേസമയം മന്ത്രി വി ശിവൻകുട്ടി പ്രിയയെ ഫോണിൽ വിളിച്ചു സംഭവം അന്വേഷിക്കാമെന്ന് ഉറപ്പു നൽകി. ബുധനാഴ്ച രാത്രി 2 മണിക്കൂർ പണിപ്പെട്ടാണ് 150 തറയോടുകൾ പ്രിയ ഇറക്കിയത്. തറയോടുകൾ അടുക്കി വയ്ക്കാൻ നിർമ്മാണ തൊഴിലാളികൾ തയ്യാറായെങ്കിലും അതിനും CITU തൊഴിലാളികൾ അനുവദിച്ചില്ല. തച്ചോണത്തും പരിസരത്തും CITU അംഗങ്ങളായ തൊഴിലാളികളുടെ പേരും വിവരവും കൂലിയുടെ നിരക്ക് പ്രദർശിപ്പിക്കാൻ നടപടി വേണമെന്നും പ്രിയ ലേബർ ഓഫീസറോട് ആവശ്യപ്പെട്ടു. ചോദിക്കുന്ന കൂലി തന്നില്ലെങ്കിൽ പ്രിയയും ഭർത്താവും ചേർന്ന് ലോഡ് ഇറക്കിക്കോളാനും മറ്റാരെയും വിളിക്കാൻ പാടില്ലെന്നും തൊഴിലാളികൾ വ്യവസ്ഥ വെച്ചിരുന്നു. തുടർന്നാണ് പ്രിയ സ്വന്തമായി ലോഡ് ഇറക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളി പാവുമ്പയിൽ വീട്ടമ്മ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം. മകൻ അറസ്റ്റിൽ. പാവുമ്പ തെക്കു സ്വദേശി ബിനുവാണ് അറസ്റ്റിലായത്. ലൈംഗികാതിക്രമ പരാതി. ചവറ കുടുംബ കോടതി ജഡ്ജിക്കെതിരെ അന്വേഷണം. ഹൈക്കോടതിയാണ് അന്വേഷണം ആരംഭിച്ചത്. കക്ഷികളായി എത്തിയ വനിതകളോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി.
ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി പോലീസിനെ വെട്ടിച്ച് കിണറ്റിൽ ചാടി. കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലെ ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതി ശ്രീകുമാറാണ് കിണറ്റിൽ ചാടിയത്. എഴുകോൺ ഇരുമനങ്ങാട് ഭാഗത്തായിരുന്നു സംഭവം. മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ വലകൾ കണ്ടെയ്നറിന്റെ അവശിഷ്ടങ്ങളിൽ കുരുങ്ങി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. അവശിഷ്ടങ്ങളിൽ ബോട്ടിന്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് ഇടിച്ചും തകരാർ. അരീക്കൽ ഹാർബറിൽ നിന്നും പോയ ബോട്ടിലെ വലകളാണ് നശിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.